നിങ്ങൾ കുഞ്ഞിന് പൂർണ്ണമായും മുലപ്പാൽ മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ സദാ മലവിസർജനം ചെയ്യുന്നുവെങ്കിൽ ദിവസവും 10-12 പ്രാവശ്യം നിങ്ങൾക്ക് പരിഭ്രമമാകും. ഇതെന്തോ നിങ്ങളുടെ കുഴപ്പമാണെന്ന്, അല്ലെങ്കിൽ മുലയൂട്ടുന്ന രീതിയിലുള്ള കുഴപ്പം. അല്ല, അതല്ല കാര്യം. നവജാത ശിശുക്കൾക്ക് ഇടയ്ക്കിടെ മലവിസർജനം ചെയ്യാൻ തോന്നും, ദിവസവും 10-15 പ്രാവശ്യമെങ്കിലും, പ്രത്യേകിച്ച് മുലയൂട്ടി കഴിഞ്ഞ ഉടനെ. ഇത് വളരെ സാധാരണമാണ്. കുട്ടി സാധാരണ പോലെ പാല് കുടിച്ച് സജീവമായിരിക്കുന്നിടത്തോളം യാതൊരു പ്രശ്നവും ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നവജാത ശിശുവിന്റെ ദഹനവ്യൂഹം ഒരു മുതിർന്ന ആളുടേതുപോലെ പാകത വന്നിട്ടുള്ളതല്ല. മാത്രമല്ല, കുഞ്ഞുങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പാൽ കുടിക്കുന്നുണ്ട്. ഇതിന് ഗ്യാസ്ട്രോക്കോളിക് റിഫ്ലക്സ് എന്നാണ് ഞങ്ങൾ പറയാറ്. ഫീഡ് അകത്തേക്ക് പോകുമ്പോൾ കുടൽ അതിനെ കടത്തിവിടാൻ ശ്രമിക്കും. കുഞ്ഞ് ഇക്കാരണം കൊണ്ടായിരിക്കണം ദിവസവും 10-15 പ്രാവശ്യം വിസർജിക്കുന്നത്. മലം വെള്ളം പോലെയാണ് പോകുന്നതെങ്കിൽ, കുഞ്ഞിന് അസുഖമുണ്ടെങ്കിൽ, ശരിക്ക് പാല് കുടിക്കുന്നില്ലെങ്കിൽ, വേച്ചിരുന്നാൽ പനി പിടിച്ചതുപോലെ ഉണ്ടെങ്കിൽ, ഇത്തരം അസാധാരണ സാഹചര്യങ്ങളിൽ നിങ്ങൾ പീഡിയാട്രിഷ്യനെ ചെന്ന് കാണണം. പക്ഷേ പൊതുവെ പറയുകയാണെങ്കിൽ ഇതിൽ പേടിക്കാൻ ഒന്നും തന്നെ ഇല്ല.